നമസ്കാരം. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള കമ്പ്യൂട്ടർ ഗെയിമുകൾ എന്ന് പറയുന്ന ഒരു അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് കിടക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് വിഭാഗത്തിൽ വരുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ്. അതിലൂടെ നമുക്ക് പല വിധത്തിലുള്ള മനോഹരമായിട്ടുള്ളതും ചലഞ്ചിങ് ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രോഗ്രാമുകൾ, എസ്പെഷ്യലി ഗെയിമുകളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ലഘുവായിട്ടുള്ള ഒരു ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് പോലെ ഉള്ള ഒരു ഷൂട്ടിംഗ് ഗെയിം നമുക്ക് തയ്യാറാക്കാനാണ്. ബലൂൺ ഷൂട്ടിംഗ് ആണ് ശരിക്കും. അത് ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഒളിമ്പിക്സിൽ പോലും മത്സരയിനമായിട്ടുള്ള ഒരു ഗെയിമിൻ്റെ ഒരു ചെറിയ വേർഷൻ, ലഘു വേർഷനാണ് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് സ്ക്രാച്ച് 3 ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്ക്രാച്ച് 3 ഒന്ന് ഓപ്പൺ ചെയ്യാം. സ്ക്രാച്ച് 3യുടെ ഇൻ്റർഫേസ് നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. നമുക്കിവിടെ ഓപ്പണായി വരുമ്പോൾ 3 വിഭാഗം ആയിട്ടാണ് നമുക്ക് ഈ വിൻഡോയെ തിരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഒന്ന്, ഇടതുവശത്ത് കാണുന്ന കോഡ്, കോസ്റ്റ്യൂംസ്, സൗണ്ട്സ് എന്നീ വിഭാഗങ്ങളാണ്. നമുക്ക് ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ കോഡുകളും അതുപോലെ നമ്മുടേതായിട്ടുള്ള കോഡുകളെ പുതിയതായിട്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന പല വിധത്തിലുള്ള മെഷീൻ ലേണിംഗ് പോലുള്ള, അതല്ലെങ്കിൽ ഫിസിക്സ് സിസ്റ്റം പോലുള്ള, ഫിസിക്സ് എൻജിൻ പോലുള്ള എക്സ്റ്റൻഷനുകൾ, ഇതൊക്കെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഏരിയയാണ് കോഡ് എന്ന് പറയുന്ന ഈ ടാബിന് കീഴിലേക്ക് വരുന്നത്. അതിൽ തന്നെ ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഷൻ കോഡുകൾ, ലുക്സ്, അതിൻ്റെ കോസ്റ്റ്യൂംസ്, അതുപോലെയുള്ള കാഴ്ചയിലുണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന ലുക്സ്, ഈ ഗെയിം അല്ലെങ്കിൽ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരേണ്ടുന്ന സൗണ്ടുകളെ നിയന്ത്രിക്കുന്നതിനുള്ള കോഡുകൾ അടങ്ങിയിട്ടുള്ള സൗണ്ട്, അതേപോലെ ഇവൻറ്റ്സ്, കൺട്രോൾ, സെൻസിങ്, ഓപ്പറേറ്റേഴ്സ്, വേരിയബിൾസ് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായിട്ടാണ് ഇവിടെ കോഡുകളെ നിയന്ത്രിച്ചിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് ഏറ്റവും താഴെയായിട്ടുള്ള ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ വഴി നമുക്ക് ഇതിൽ ഒട്ടനവധി പുതിയ കോഡുകൾ അതുപോലുള്ള മറ്റ് ഓപ്ഷൻസുകൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ്. രണ്ടാമത്തേതായിട്ട് വരുന്നത്, നമ്മൾ ഇതിലെ സ്പ്രൈറ്റുകളിലേക്ക് ആവശ്യമായിട്ടുള്ള കോസ്റ്റ്യൂംസ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വരച്ച് ചേർക്കുന്ന ഒരു ഭാഗമാണ്. മൂന്നാമതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സൗണ്ടുകൾ ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി നമുക്ക് വലതുവശത്തെ ഒരു ഭാഗത്തെ കൂടി പരിചയപ്പെട്ടതിന് ശേഷം മെയിൻ ഭാഗത്തേക്ക് വരാം. വലതുവശത്തായിട്ട് നമുക്കൊരു പ്രിവ്യൂ ബോക്സാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ താഴെയായിട്ട് സ്പ്രൈറ്റ് എന്ന പേരിൽ വിവിധ രൂപങ്ങളിലുള്ള ചലിക്കുന്നതായിട്ടുള്ള ഗെയിം കമ്പോണൻസിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ളത് ഒരേ ഒരെണ്ണം മാത്രമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ്, നെയിം, അതുപോലെ അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഡയറക്ഷൻ, അത് കാണണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിയന്ത്രിക്കാവുന്നതാണ്. ഇനി ഇതാവശ്യമില്ലെങ്കിൽ നമുക്കിവിടെ വെച്ച് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാനും, അതുപോലെ പുതിയ സ്പ്രൈറ്റുകൾ വരച്ച് ചേർക്കാനും, അതല്ലെങ്കിൽ ഇതിലെ തന്നെ ലൈബ്രറിയിലെ സ്പ്രൈറ്റുകളെ നമുക്ക് ഉപയോഗിക്കാനും മറ്റൊരു സോഴ്സിൽ നിന്നും ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്ന ഈ വൈറ്റ് സ്ക്രീനിനെ മാറ്റി ഗെയിമിനോ അല്ലെങ്കിൽ പ്രോഗ്രാമിനോ ഒക്കെ അനുയോജ്യമായിട്ടുള്ള സ്ക്രീനുകൾ കൊണ്ടുവരാൻ കഴിയും. അതിനെ ബാക്ക് ഡ്രോപ്പ് എന്നാണ് നമ്മൾ പറയാറ്. ഈ ഒരു ഭാഗത്തിന് സ്റ്റേജ് എന്ന് പറയുന്നു. സ്റ്റേജിൽ
ബാക്ക്ഗ്രൗണ്ടായിട്ട് നൽകുന്ന ഭാഗങ്ങളെ ബാക്ക്ഡ്രോപ്പ് എന്നാണ് വിളിക്കുന്നത്. അതും സ്പ്രൈറ്റ് പോലെ തന്നെ വിവിധ ഓപ്ഷനുകളിലൂടെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ പല വിധത്തിലുള്ള ബാക്ക്ഡ്രോപ്പുകളെ നമുക്ക് ഈ ലൈബ്രറിയിൽ കാണാൻ കഴിയുകയും ചെയ്യും. ഇനി നമ്മൾ കോഡുകൾ തയ്യാറാക്കുന്ന ഭാഗമാണ് ഈ മുൻവശത്ത് നടുവിലായിട്ട് വരുന്നത്. ഇവിടേക്ക് കോഡുകൾ യഥാനുസരണം കൊണ്ടുവന്ന് ഒരു ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്ന വലിയ വലിയ ബ്ലോക്കായിട്ട് കൊണ്ടുവന്ന് കണക്ട് ചെയ്തായിട്ടാണ് ഇവിടെ നമ്മൾ പ്രോഗ്രാമുകൾ സൃഷ്ടിക്കുന്നത്. ഓരോ ബ്ലോക്കിലും അതിൻ്റെ ഉള്ളിലായിട്ട് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ചിലപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എല്ലാവർക്കും എളുപ്പമായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ മറികടക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരം ബ്ലോക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഇടതുവശത്ത് നിന്നും ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇതിലെ പ്ലസ് മൈനസ് ഐക്കണുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ താഴെ ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലൈൻമെൻറ്റും നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി ഒരു കോഡ് ഇവിടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കതെടുത്ത് ഇടതുവശത്തേക്ക് ഡ്രാഗ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡിലീറ്റായി പോയിക്കോളും. ഇനി നമുക്ക് ഡബിൾ ട്രാപ്പ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു സ്പ്രൈറ്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഇനി നമുക്ക് വേണ്ടത് എന്താണ് ഒരു ഗെയിം, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഗെയിം എന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നമുക്ക് ഒരു 20 ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുന്ന രീതിയിൽ 2 ബലൂണുകൾ ഒരേ സമയം സ്റ്റേജിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് തയ്യാറാക്കുന്നത്. ആ ഗെയിമിൻ്റെ ഒരു ലഘു മോഡൽ നമുക്ക് റിസോഴ്സായിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു മോഡൽ കണ്ടുകൊണ്ട് അതിനുശേഷം അതേ രീതിയിൽ കുറച്ചുകൂടി മെച്ചമാക്കിക്കൊണ്ട് ഉള്ള ഒരു ഗെയിം നമുക്ക് ഇവിടെ തയ്യാറാക്കാം. നമുക്കിവിടെ റിസോഴ്സിൽ തന്നിട്ടുള്ള ഗെയിമിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മൾ ഫയൽസിലേക്ക് പോകുന്നു. അവിടെ സ്കൂൾ റിസോഴ്സിനകത്തുള്ള ക്ലാസ് 8 ഫോൾഡറിലെ DoubleTrap.html എന്ന ഗെയിമാണ് നമുക്കിവിടെ നിന്ന് പരിചയപ്പെടാനുള്ളത്. DoubleTrap.html എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ വെബ് ബ്രൗസറിലേക്ക് ഒരു ഗെയിം ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഗ്രീൻ ഫ്ലാഗിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെയിം സ്റ്റാർട്ടായിരിക്കുന്നത് കാണാൻ കഴിയും. ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് കാണാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് ബുള്ളറ്റ്സിൻ്റെ എണ്ണം ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 20 ആയിരുന്നു. ഓരോ തവണ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴും മൗസ് പോയിൻ്റർ എവിടെയാണോ ആ ദിശയിലേക്ക് ഗണ്ണിൽ നിന്നും ഒരു ബുള്ളറ്റ് വീതം നീങ്ങിപ്പോകുന്നത് കാണാൻ കഴിയും. അവിടെ ബുള്ളറ്റിൻ്റെ എണ്ണം അതോടുകൂടി 1 വീതം കുറയുന്നത് കാണാൻ കഴിയും. എപ്പോഴാണോ ബുള്ളറ്റ് ഈ പറന്ന് നടക്കുന്ന ബലൂണുകളിൽ ടച്ച് ചെയ്യുന്നത് ആ സമയത്ത് ഓരോ പോയിൻ്റ് വീതം ഹിറ്റ്സ് എന്ന ഭാഗത്ത് കൂടുന്നതായിട്ടും കാണാൻ കഴിയും. ഒപ്പം മറ്റൊരു കാര്യമുണ്ട്, ഈ ഗണ്ണ് മൗസ് പോയിൻ്റർ ഞാൻ എവിടേക്ക് നീക്കുന്നുവോ ആ ഭാഗത്തേക്ക് തിരിയുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഒരു ഗെയിമാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത്. എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഗെയിം തയ്യാറാക്കേണ്ടത്.
അത് നമ്മുടെ പാഠത്തിലെ തുടർ പ്രവർത്തനം കൂടി ചേർത്ത് വരുമ്പോഴാണ് അത്തരത്തിലൊരു ചെറിയ മാറ്റം നമുക്ക് ഗെയിമിൽ വരുത്തേണ്ടത്. നമുക്കപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഒന്ന് ക്ലോസ് ചെയ്യാം. വെബ് ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും സ്ക്രാച്ചിലേക്ക് മടങ്ങി വരികയാണ്. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പ്രൈറ്റുകളെ തയ്യാറാക്കാം. സ്പ്രൈറ്റുകൾ തയ്യാറാക്കിയ ശേഷം നമുക്ക് പടിപടിയായി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കോഡുകൾ തയ്യാറാക്കാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തയ്യാറാക്കേണ്ടത് ഒരു ഗണ്ണും അതിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റുമാണ്. അപ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ അത്തരത്തിലുള്ള ഒരു ഗണ്ണ് ഇല്ലാത്തതിനാൽ നമുക്കിവിടെ ഒരെണ്ണം വരച്ചു ചേർക്കേണ്ടതുണ്ട്. അതിന് ഈ വലതുവശത്തുള്ള ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മൗസ് പോയിൻ്റർ കൊണ്ടുവരിക. അപ്പോൾ മുകളിലേക്ക് വരുന്ന ഓപ്ഷൻസിലെ പെയിൻറ് എന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കോസ്റ്റ്യൂംസിൻ്റെ ടാബ് ആക്റ്റീവ് ആവുന്നത് കാണാൻ കഴിയും. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വരച്ചുകൊണ്ട് ചിത്രങ്ങൾ തയ്യാറാക്കാവുന്നതാണ്. ഞാൻ അതിനായിട്ട് ആദ്യം റെക്റ്റാങ്കിൾ ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഒരു ഗണ്ണിൻ്റെ ബാരൽ വരയ്ക്കാൻ പോവുകയാണ്. ആദ്യം ഒരെണ്ണം വരച്ചു. വീണ്ടും അതേ ടൂൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ ഭാഗവും ബാരലിൻ്റെ അറ്റം ഭാഗം എന്നുള്ള രീതിയിൽ തയ്യാറാക്കുന്നു. എന്നാൽ നമുക്ക് ഗെയിമിൽ അതൊരു വൈറ്റ് കളറായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിൽ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് വൈറ്റിലേക്ക്, അതിന് സാച്ചുറേഷൻ മാറ്റാം. അതല്ലെങ്കിൽ മുകളിൽ നിന്ന് കളറ് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി സാച്ചുറേഷനാണ് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഗണ്ണിൻ്റെ അറ്റത്തേക്കായിട്ട്, ബാരലിൻ്റെ അറ്റത്തേക്കായിട്ട് കൊണ്ടുവരാം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. മൗസ് പോയിൻ്റർ ഉപയോഗിക്കുന്ന സമയത്ത് മൗസ് ഉപയോഗിച്ച് നമ്മൾ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ വേണ്ടി കീബോർഡിലെ ആരോ കീകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് ഗ്രൂപ്പ് ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളെയും ഒരുമിച്ച് ചേർത്ത് ഒറ്റ ചിത്രമാക്കി മാറ്റുന്നതിനെയാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഇത് മാറ്റുന്ന ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഇത് മാറ്റുകയോ ചലിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടിൻ്റെയും അലൈൻമെൻറ്റിൽ വ്യത്യാസം വരാൻ ഇടയുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മളിവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. അതിനു മുമ്പായി നമ്മൾ റെക്റ്റാങ്കിൾ ടൂളിൽ നിന്ന് വീണ്ടും സെലക്ഷൻ ടൂളിലേക്ക് മാറുന്നുണ്ട്. സെലക്ഷൻ ടൂളിലേക്ക് മാറിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് വരുന്ന രീതിയിൽ ഒന്ന് ഒരു റെക്റ്റാങ്കിൾ തയ്യാറാക്കുക. അതിനുശേഷം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ചിത്രങ്ങളും ഒരുപോലെ സെലക്ട് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് മുകളിലെ ഗ്രൂപ്പ് എന്ന ഐക്കണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇത് രണ്ടും ഇപ്പോൾ ഒറ്റ ചിത്രമായിട്ട് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഇവയെ വീണ്ടും വേർപെടുത്തണമെങ്കിൽ അൺഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇത്രയും ആകുമ്പോൾ നമുക്ക് ഗണ്ണ് എന്ന സ്പ്രൈറ്റ് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ വലിപ്പം ഒന്ന് മാറ്റുകയും അതിനെ ഒന്ന് താഴേക്ക് കൊണ്ടുവരികയും ചെയ്യണം. അപ്പോൾ അത് താഴേക്ക് കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നമ്മൾ ചൂസ് എ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ബ്ലൂ സ്കൈ എന്ന് പറയുന്ന ഈ ഒരു ബാക്ക്ഡ്രോപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും ബാക്ക്ഗ്രൗണ്ടിലെ ആ വൈറ്റ് സ്ക്രീൻ മാറി പകരം ബ്ലൂ സ്കൈ എന്ന് പറയുന്ന ബാക്ക്ഡ്രോപ്പ് വന്നിരിക്കുന്നത് കാണാൻ കഴിയും. ഇനി നമുക്ക് സ്പ്രൈറ്റിൻ്റെ ഈ പറയുന്ന ഗൺ എന്ന് പറയുന്ന സ്പ്രൈറ്റിൻ്റെ പേരൊന്ന് മാറ്റാം. അതിനുവേണ്ടി സ്പ്രൈറ്റ് എന്ന ഭാഗത്തൊന്ന് കൊണ്ടുവന്ന സ്പ്രൈറ്റ് 1 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ച് ആ ഒരു പേരിനെ നീക്കം ചെയ്തുകൊണ്ട് ഗൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പുറത്തേക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതവിടെ സെലക്ഷൻ കറക്റ്റ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. ഒപ്പം നമുക്ക് ഇതിൻ്റെ സൈസ് ഒന്ന് പകുതിയാക്കി ചുരുക്കണം. ഇപ്പോൾ 100 ആണെങ്കിൽ അതിനെ ഒന്ന് 50 ആക്കി മാറ്റുന്നു. തുടർന്ന് ഈ സ്പ്രൈറ്റിനെ താഴത്തേക്ക് കൊണ്ടുവന്ന് ഏതാണ്ട്
അറ്റത്തേക്ക് ആ ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഗണ്ണിൻ്റെ ക്രിയേഷൻ തയ്യാറായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായ കോഡുകൾ നൽകുക എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും കോഡുകൾ പ്രവർത്തിക്കുന്നതിനായി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നൽകാറുള്ളത്. എപ്പോഴൊക്കെയാണോ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നത് അഥവാ ഗോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോഴെല്ലാം ഇത് ആക്റ്റീവ് ആവുകയും എപ്പോഴൊക്കെയാണോ നമ്മൾ സ്റ്റോപ്പ് ഐക്കണിലേക്ക് ആ റെഡ് കളർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ മുഴുവൻ കോഡുകളും പ്രവർത്തനം നിർത്തുകയും വേണം. ആ രീതിയിലാണ് നമ്മളിതിൽ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമ്മൾ ഇവൻസിൽ നിന്നും വെൻ ഫ്ലാഗ് ക്ലിക്കഡ് എന്ന് പറയുന്ന ആ കോഡിനെ കൊണ്ടുവരിക. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് മൗസ് പോയിൻ്റർ എവിടേക്കൊക്കെ പോകുന്നുവോ അതിനെ ഫോളോ ചെയ്യുക എന്നുള്ള ഒരു കോഡാണ് കൊണ്ടുവരേണ്ടത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഗെയിം തുടങ്ങി അവസാനിക്കുന്നത് വരെ ഇത് ആവർത്തിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ആവർത്തിക്കണം എന്നുള്ള ഒരു കൺട്രോളിംഗ് കോഡ് നമുക്ക് ആദ്യമേ ഉപയോഗിക്കേണ്ടതുണ്ട്. ഫോർ എവർ, എല്ലായ്പ്പോഴും എന്ന കോഡ് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഇനി ആ കോഡിലേക്ക് നൽകുന്നത് എല്ലായ്പ്പോഴും മൗസ് പോയിൻ്ററിൻ്റെ നേർക്ക് തിരിയുക എന്നർത്ഥം വരുന്ന കോഡാണ്. നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട കോഡ് മോഷനിലാണ് കാണാൻ കഴിയുക. അവിടെ പോയിൻ്റ് ടുവേർഡ്സ് മൗസ് പോയിൻ്റർ എന്ന് പറയുന്നൊരു കോഡ് ഉണ്ടാകും. ഈ കോഡാണ് നമുക്ക് ആവശ്യം. ഇനി നമ്മൾ ഈ കോഡുകളെല്ലാം കൂട്ടിച്ചേർത്ത് എങ്ങനെയാണ് ബ്ലോക്കിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി കാണിച്ചു തരാം. ഞാൻ ഈ കോഡ് ഇതിനുള്ളിലേക്ക് ആക്കണമെങ്കിൽ പതുക്കെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇവിടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു സെലക്ഷൻ ചേഞ്ച് ആവുന്നത് കാണുന്നുണ്ടാവും. ഒരു ചെറിയൊരു ഷാഡോ അവിടെ രൂപപ്പെടുന്നത് കാണാം. അവിടെ അങ്ങനെ ഒന്ന് രൂപപ്പെടുന്ന സമയത്ത് നമ്മൾ മൗസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് അതിലേക്ക് ഫിറ്റ് ആവുന്നത് കാണാം. ഇനി അത് വീണ്ടും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മാത്രം മതിയാകും. ഇനി ഇത് ഒരു സ്ഥലത്തേക്ക് നീക്കി വയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫോർ അവറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവ ഒരുമിച്ച് നീക്കാവുന്നതാണ്. ഇനി ഈ ഫോർ അവർ കോഡിനെ മുഴുവനായി എടുത്തുകൊണ്ട് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന കോഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു ഷാഡോ കാണാം. അവിടെ റിലീസ് ചെയ്യുന്നു, ഇവ ഒരുമിച്ച് ചേരുന്നു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഇതാ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് വരുന്നുണ്ട്. എവിടേക്കൊക്കെയാണോ ഞാൻ മൗസ് പോയിൻ്റർ നീക്കുന്നത് അവിടേക്കൊക്കെ ഗണ്ണ് തിരിയുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്ത് അതൊന്ന് നിർത്തുകയാണ്. ഇനി നമുക്ക് കൊണ്ടുവരേണ്ടത് ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു സ്പ്രൈറ്റാണ്. അതിനുവേണ്ടി വീണ്ടും നമ്മൾ പെയിൻ്റ് എന്ന ഓപ്ഷൻ, ചൂസ് എ സ്പ്രൈറ്റിൽ നിന്നും പെയിൻ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ച റെക്റ്റാങ്കിൾ ടൂൾ തന്നെയാണ്. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ചെറിയ ഒരു റെക്റ്റാങ്കിൾ തയ്യാറാക്കുകയാണ്. തുടർന്ന് നമുക്ക് ഇതിൻ്റെ അറ്റം ഭാഗം ഒന്ന് നീട്ടി ഒരു കൂർപ്പുള്ള രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7, 8 നോഡുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ നടുക്കിലെ നോഡാണ് നമുക്കൊന്ന് നീക്കി വയ്ക്കാൻ പാകത്തിലേക്ക് മാറ്റിയെടുക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൂള് റീഷേപ്പ് എന്ന ടൂളാണ്. ഈ റീഷേപ്പ് ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ കൊണ്ടുവന്നൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പുതിയ ഒരു നോഡ് സൃഷ്ടിക്കപ്പെടുന്നത് കാണാൻ കഴിയും. തുടർന്ന് ആ നോഡിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഒരു ബുള്ളറ്റിൻ്റെ ആകൃതിയിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കാം. തുടർന്ന് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ബുള്ളറ്റിൻ്റെ രൂപത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെ ഗ്രൂപ്പ് ചെയ്യണോ എന്നുള്ളൊരു ആശങ്ക ചിലപ്പോൾ നിങ്ങൾക്ക് വരാം. ഇവിടെ ഒരേ ഒരു ചിത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യേണ്ടതില്ല. പക്ഷേ ഇവിടെ ഫിൽ കളർ വന്നിട്ടില്ല. ഒരു ബുള്ളറ്റിൻ്റെ നിറം അവിടെ വരാത്തത് ഈ ഫില്ലിൽ മാറ്റങ്ങൾ വരുത്താത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ഫില്ലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണ്ട്
ഒരു ബ്രൗൺ നിറത്തിനോട് അടുത്ത് വരുന്ന ഒരു നിറം സെലക്ട് ചെയ്തുകൊണ്ട് ബുള്ളറ്റിന് നിറം നൽകാം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കുകയാണ് വേണ്ടത്. ചെറുതാക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഗണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഗണ്ണിൻ്റെ ഡയറക്ഷൻ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. 90 ഡിഗ്രിയിലേക്ക് തന്നെ കൊണ്ടുവരാം. അതിന് ഡയറക്ഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ടും മാറ്റാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ 90 എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ ഗണ്ണ് നമ്മുടെ കാഴ്ചയിലേക്ക് മുഴുവനായിട്ട് വന്നിരിക്കുകയാണ്. തുടർന്ന് നമ്മളിവിടെ താഴെ സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബുള്ളറ്റിൻ്റെ സ്പ്രൈറ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ പേരും ഇതേപോലെ മാറ്റുകയാണ്. തുടർന്ന് അതിൻ്റെ വലിപ്പവും നമുക്കല്പം കുറയ്ക്കേണ്ടതുണ്ട്. വളരെ ചെറിയ രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളത് കൊണ്ട് ഒരു 10 എന്നുള്ള സൈസ് ഞാൻ നൽകുകയാണ്. വളരെ ചെറിയൊരു ബുള്ളറ്റ് നമുക്ക് അവിടെ ലഭിക്കും. ഈ ബുള്ളറ്റിനെ ഗണ്ണിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമുക്കൊരു ചെറിയ ചലഞ്ച് വരുന്നുണ്ട്. ബുള്ളറ്റ് നേരത്തെ പറഞ്ഞതുപോലെ മൗസ് പോയിൻ്റർ എവിടെയാണോ അവിടേക്ക് തിരിയേണ്ടതുണ്ട്. ഒപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഗണ്ണിൻ്റെ പുറകിൽ കാണാത്ത രീതിയിലാണ് നിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ അത് കാണുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്കവിടെ ഒരു ചെറിയൊരു അസൈൻമെൻറ്റ് രൂപത്തിലുള്ള ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുറകിലേക്ക് കൊണ്ടുവരാം. അതല്ലെങ്കിൽ കോഡ് ഉപയോഗിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബുള്ളറ്റിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനാവശ്യമായ കോഡ് ഇവിടെ നിന്നൊന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ നമുക്കതിനാവശ്യമായൊരു കോഡ് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് ഓരോ ലെയറുകളായിട്ട് നമുക്കിതിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ലെയറുകൾ മുന്നോട്ടും പിന്നോട്ടും നീക്കുക എന്ന് പറയുന്ന ഒരു കോഡ് നമുക്കിവിടെ കാണാൻ കഴിയും. ഗോ ടു ഫ്രണ്ട് ലെയർ ഓർ ഗോ ടു ബാക്ക് ലെയർ. ഞാനപ്പോൾ തൽക്കാലത്തേക്ക് ആ ഒരു കോഡൊന്ന് ഇവിടേക്ക് കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അതിനെ ജസ്റ്റ് ഒരു തവണ ആക്റ്റീവ് ആക്കാൻ നോക്കുകയാണ്. ഒന്ന് ആക്റ്റീവ് ആക്കുന്നതിന് ഒരു തവണ അതിലെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നമുക്കവിടെ ബാക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും ബുള്ളറ്റ് ഗണ്ണിൻ്റെ പുറകുവശത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. തുടർന്ന് നമുക്ക് ഈ കോഡിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കോഡ് ഞാനൊന്ന് ഒഴിവാക്കുകയുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അഥവാ ഗണ്ണിൽ നിന്ന് വരുന്ന ഈ ബുള്ളറ്റ് തട്ടുന്നതിനാവശ്യമായിട്ടുള്ള ബലൂണുകളെ കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. തുടർന്ന് ബലൂണിലെയും ബാക്ക്ഡ്രോപ്പിലെയും ഗണ്ണിൻ്റെ ബുള്ളറ്റിലെയും കോഡുകളാണ് നമുക്ക് പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് തയ്യാറാക്കേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബലൂണുകളെ ആഡ് ചെയ്യാണ് വേണ്ടതെന്ന് പറഞ്ഞിരുന്നു. നമുക്കിനി അത് ഒന്ന് നോക്കാം. ഇവിടെ ചൂസ് എ സ്പ്രൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. ചൂസ് എ സ്പ്രൈറ്റിൽ എടുക്കുക. അതിൽ ബലൂൺ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബലൂൺ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് 2 ബലൂണുകളെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ബലൂണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ബലൂൺ എടുക്കണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ വീണ്ടും ചൂസ് എ സ്പ്രൈറ്റ് വഴി നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് രണ്ട് നിറത്തിലുള്ള ബലൂണുകളാണ്. ഒന്ന് നീല നിറവും ഒന്ന് മഞ്ഞ നിറവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ ബലൂണിൻ്റെ കോസ്റ്റ്യൂംസിലേക്കൊന്ന് പോകേണ്ടതുണ്ട്. ഇവിടെ കോസ്റ്റ്യൂംസിലേക്ക് പോയി കഴിഞ്ഞാൽ 3 നിറത്തിലുള്ള കോസ്റ്റ്യൂമുകൾ നമുക്ക് കാണാൻ കഴിയും.
ഇപ്പോൾ നമ്മൾ മഞ്ഞ നിറം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി രണ്ടും ഈ ഒരു ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അതേപോലെ തന്നെ ആദ്യത്തെ ബലൂണിലും നമ്മൾ ചെല്ലുക. അവിടെ നീല നിറം അവിടെ നിലനിർത്തിക്കൊണ്ട് മറ്റ് രണ്ട് നിറവും ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് രണ്ട് വ്യത്യസ്ത നിറത്തിലുള്ള ബലൂണുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കുറച്ച് ചെറുതാക്കണം. സ്ക്രീന് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈസിൻ്റെ റേഷ്യോ കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് കൊണ്ട് ഈ സൈസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളതിനെ 50 എന്ന സൈസിലേക്ക് മാറ്റുകയാണ്. രണ്ട് ബലൂണും സൈസ് 50ലേക്ക് നമ്മൾ മാറ്റുന്നു. ഇനി രണ്ട് ബലൂണിനെ ഞാൻ രണ്ട് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ബലൂണ് ബുള്ളറ്റ് വന്ന് തട്ടുന്ന സമയത്ത് പൊട്ടുന്ന സമയത്ത് ഒരു സൗണ്ട് കൂടി പ്ലേ ചെയ്യണം. ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ ഒരു കോസ്റ്റ്യൂം മാത്രമേ ഉള്ളൂ. ഇത് പൊട്ടുന്ന രൂപം നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ലഭ്യമായിട്ടുള്ള ഈ ഒരു കോസ്റ്റ്യൂം വെച്ച് തന്നെ നമുക്ക് ബലൂൺ പൊട്ടുന്ന ഒരു രൂപം കൂടി നമുക്കൊന്ന് വരച്ചുണ്ടാക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന റീഷേപ്പ് ടൂളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബലൂണിൻ്റെ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി കാണിക്കാം. ഇവിടെ വന്ന് ഈ കോസ്റ്റ്യൂമിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ബലൂണിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഡ്രോയിങ് ഏരിയയിലേക്ക് വരിക എന്നുള്ളതാണ്. അവിടെ റീഷേപ്പ് എന്ന് പറയുന്ന ടൂള് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് നമുക്ക് കീപാഡിലെ എ എന്ന ബട്ടൺ ഉപയോഗിച്ചും ആക്റ്റീവ് ആക്കാം. അപ്പോൾ നമ്മൾ റീഷേപ്പ് ടൂള് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ബലൂണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 4 നോഡുകൾ പഴയതുപോലെ തന്നെ കാണാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് പൊട്ടുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് 4 നോഡ് മാത്രം മതിയാവില്ല, അതിൽ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണോ നോഡുകൾ വേണ്ടി വരിക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ ഒരു പുതിയ നോഡ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ജസ്റ്റ് ഒന്നത് രൂപമാറ്റം വരുത്തി കാണിച്ചു തരാം. ഈ രീതിയിൽ നമുക്ക് നിലവിലുള്ള നോഡിനെയും നീക്കി രൂപമാറ്റം വരുത്താം. അതല്ല പുതിയ നോഡുകൾ കൊണ്ടുവന്നും നമുക്ക് രൂപമാറ്റം കൊണ്ടുവരാവുന്നതാണ്. ഇവിടെ ഒരു നോഡും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു നോഡും കൂടെ ഇവിടെ കൊണ്ടുവന്നു. അതുകൂടി ഒന്ന് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മൾ ടെക്സ്റ്റിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു രൂപമായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു തവണ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയൊക്കെ നീക്കിയിട്ട് രൂപം മാറ്റാവുന്നതാണ്. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രണ്ടാമത്തെ രൂപം വന്നു കഴിഞ്ഞു. ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ബലൂൺ 1ലും നമ്മൾ രൂപമാറ്റം വരുത്തണം. അത് ഞാനിവിടെ ഒന്നുകൂടെ കാണിക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കുന്നു. അവിടെ റീഷേപ്പ് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിൽ ഒന്നുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. വീണ്ടും ബലൂണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള നോഡുകൾ ക്ലിക്ക് ചെയ്ത് ഷേപ്പുകൾ മാറ്റുക. ഇവിടെ ടെക്സ്റ്റിൽ അതേ രീതി തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനുള്ള ഒരു ഏരിയ കൂടിയാണ് ഇത് എന്നുള്ളത് മനസ്സിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ ബലൂൺ പൊട്ടുന്ന ഒരു രൂപമൊക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. രണ്ടും ഒരുപോലെ ആവുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അതല്ല രണ്ടും രണ്ട് രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഏതാണ്ട് ഒരേ രൂപത്തിലേക്ക്
ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഏതാണ്ട് ഒരേ രൂപത്തിലേക്കാണ് ഞാനിത് രണ്ടും തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കോസ്റ്റ്യൂമിൻ്റെ ആദ്യത്തേതിലേക്ക് സെലക്ഷൻ കൊടുത്തു വയ്ക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും ഫസ്റ്റ് ബലൂൺ പൊട്ടാത്ത രീതിയിലാണല്ലോ കാണേണ്ടത്. അതുകൊണ്ട് അതിലേക്ക് തന്നെ എടുത്തു വയ്ക്കുന്നു. ഇനിയാണ് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടത്. ഇവിടെ നമുക്കിപ്പോൾ സ്പ്രൈറ്റുകൾ 4 വന്നു കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ഡ്രോപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സ്പ്രൈറ്റ് 4 വന്നിട്ടുണ്ട്. ഗൺ എന്ന സ്പ്രൈറ്റ് വന്നിട്ടുണ്ട്. ബുള്ളറ്റ് എന്ന സ്പ്രൈറ്റ് വന്നിട്ടുണ്ട്. ബലൂൺ 1 വന്നിട്ടുണ്ട്. ബലൂൺ 2 വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഗണ്ണും ബുള്ളറ്റും മാത്രമാണ് റീനെയിം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ബലൂൺ 1ഉം ബലൂൺ 2 ഞാൻ റീനെയിം ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അതുപോലെ ബാക്ക് ഡ്രോപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്തൊരു ബാക്ക് ഡ്രോപ്പ് അവിടെ കിടക്കുന്ന കാണാം. വൈറ്റ് സ്ക്രീനാണ്. അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയും കൂടെ ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പ്രൈറ്റുകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനാവശ്യമായ കോഡുകൾ നൽകുക എന്നുള്ളതാണ്.